വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ടൗൺഷിപ്പിലെ പൂക്കളാട്ടം കുറേ കളറിലെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കിച്ചണിൽ വന്നു. വെയിറ്റ് 2 ദിവസം മുന്നേ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാലാവസ്ഥ മാറുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നല്ല പോവുക. കുറേ ദിവസമായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, തെളിഞ്ഞൊരു മാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ദേ നോക്കി പോകുന്നുണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി 2-3 ദിവസം കൂടെ ഒക്കെ ഇങ്ങനെ കാണുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഴയുടെ ഒരു ഇതാണ്. മഴയെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ക്ലൈമറ്റ് മാറാൻ വേണ്ടിയുള്ള നല്ലൊരു തണുപ്പിൽ നിന്ന് പിന്നെ പതുക്കെ തണുപ്പ് മാറുന്ന ഒരു ക്ലൈമറ്റ്. മൊത്തത്തിൽ ശരിക്കും നമ്മൾ ഗ്ലൂമി ആവുന്ന ഒരു കാലാവസ്ഥയാണെങ്കിലും ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ. വലിയ തണുപ്പ് ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ശരിക്കും കൂടുതൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മളാകെ ഒരു ഡിപ്രസ്ഡ് പോലെ ആവുന്നത്. ഇന്ന് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്ന് ഈ ഫോഗ് ഞാൻ കുറച്ച് ഒന്ന് ആസ്വദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിച്ചണിലോട്ട് പോയത്. നേരെ കാണുന്ന ആ ലൈറ്റ് സൂര്യനല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ ആ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ആ ലൈറ്റാണ്. നമ്മൾ വീണ്ടും കിച്ചണിൽ വന്നു. രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. ആദ്യം പറാട്ടയാണ് ഇന്ന് അങ്കുവിന് ടിഫിനിൽ കൊടുത്തയക്കുന്ന ആലു പറാട്ട. അപ്പോൾ ഞങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ അങ്ങ് ചുട്ട് വെക്കുകയാണ്. അങ്ങനെ പാല് കാച്ചി മാവൊക്കെ തലേന്ന് രാത്രിയിൽ സെറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം രാവിലെ കുടിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ അങ്കു പോയതിന് ശേഷം പിന്നെ ചായയൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റഫ് ചെയ്ത് പറാട്ട മെല്ലെ ചുട്ടെടുക്കാം. നല്ലതായിട്ട് നെയ്യൊക്കെ തേച്ചൊന്ന് മുരിച്ചെടുക്കാം. അവന് കൂടെ സിമ്പിൾ ബൂന്തി റൈത്തയും ഫ്രൂട്ട്സ് പേക്കിന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ ഇന്നത്തെ ടിഫിൻ സെറ്റാവും. ഞങ്ങൾക്ക് പിന്നെ ചായയുടെ കൂടെ വെറുതെ ഞാൻ കഴിക്കും കേട്ടോ. രാക്കെ പോകാൻ നേരമേ കഴിക്കത്തുള്ളൂ. ഞാൻ ചായയുടെ കൂടെ ഒരെണ്ണം ചുട്ടി കഴിക്കും. ആ ജോലി ഞാൻ കഴിയുമല്ലോ. അങ്കൂന് ഒരു ഗ്ലാസ് പാലും കൂടെ ഒന്ന് കലക്കി കൊടുത്താൽ അവന് സ്കൂളിൽ പോകാൻ എല്ലാം സെറ്റാവും. ഒരുവിധം എല്ലാം ഒന്ന് ഒതുങ്ങിയേ. അങ്കൂന് ഫൈനൽ എക്സാം തുടങ്ങാറായെന്ന് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ. അടുത്ത ആഴ്ച എക്സാം. ഓൾമോസ്റ്റ് 1 മാസം നീണ്ടിരിക്കുന്ന ഒരു എക്സാമാണ്. പിന്നെ അവൻ 7ാം ക്ലാസ്സിലോട്ടാ. അപ്പോൾ 6:57 11 ഡിഗ്രി. എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി. അങ്കുവിൻ്റെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കൂടെ അവർക്ക് ഈ വിൻ്റർ യൂണിഫോം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഫോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവന്. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ ചൂടെടുക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് ഈ ഒരു ക്ലൈമറ്റിൽ പുറത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. പുൽത്തകിടിയിലൊക്കെ ഇരുന്നിട്ടാണ് അവരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അവൻ ഈ ക്ലൈമറ്റ് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഫോഗിൽ കൂടെ നടക്കുന്നത് ആ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. അവൻ ഈ വെയിൽ കാണുന്നത് അത്ര വലിയ സത്യമല്ല. അപ്പോൾ ഇന്ന് അവൻ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അധികം അങ്ങനെ തണുപ്പും ഇല്ലല്ലോ. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ മയിൽ, കോഴിയല്ല കേട്ടോ, ഇത് പെൺമയിൽ. അപ്പോൾ മയിലുകൾ വീണ്ടും കൂട്ടമായിട്ട് രാവിലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ നമുക്ക്. ഹലോ, അങ്കുൻ്റെ വണ്ടി വന്ന് കിടപ്പുണ്ടോയെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം ഈ ഫോഗ് കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വണ്ടി അവിടെ വരുന്ന സമയത്താണ് അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ കുറച്ച് നിന്നാലും കുഴപ്പമൊന്നുമില്ല, അവനിഷ്ടമാണ്. അവർക്കൊക്കെ ഇതൊക്കെ ശീലമായല്ലോ. നമുക്കാണ് കൂടുതൽ മഞ്ഞും വെയിലും ഒക്കെ അടിച്ചാൽ പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ ഒരുപാടൊന്നും പണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ പ്രശ്നമാകുന്നത്. നമ്മളെല്ലാം ശീലിക്കുന്നതല്ലേ, നമ്മുടെ കുട്ടികളെയും ശീലിപ്പിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈസി ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഇത് ഞാൻ റെസിപ്പി ഇടുന്നുണ്ട്. പീനട്ട് ബട്ടർ കേക്കാണ്. അതിനായിട്ട് ഞാൻ ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് 1 ടീസ്പൂൺ നല്ലൊരു ആ സ്കൂപ്പ് പീനട്ട് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പഞ്ചസാരയല്ല. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടി ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒരുക്കി റൂം ടെമ്പറേച്ചറിൽ അത് ഇട്ട് കൊടുത്തു. വാനില എസൻസ് ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ മുട്ട ചേർക്കുന്നല്ലോ. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ മാവ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ഇടഞ്ഞ് മാറ്റി വെച്ചു. ഇതാണ് നമ്മുടെ കൂട്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ലൂസാക്കിയിട്ട് ഇതിനകത്തോട്ട് പൊടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൈക്രോവേവ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ്. 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ്. ഇതാണ് എൻ്റെ ഒരു മൈക്രോവേവ് ഓവൻ്റെ കൺവെക്ഷൻ മോഡിൽ ഒരു ടെമ്പറേച്ചർ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഗ്രീസ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ആ ബബിൾസ് ഒക്കെ ഒന്ന് മാറണം. അപ്പോൾ ഈവനായിട്ടൊന്ന് പൊങ്ങി വരും. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മൊഴിച്ചൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈവനായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ്. മൈക്രോവേവ് കറക്റ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്താൽ നമുക്ക് ബസർ തന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ അങ്ങ് ഓൺ ചെയ്താൽ മതി. ഓരോരുത്തരുടെയും മൈക്രോവേവിൻ്റെ ആ ബുക്കിലനുസരിച്ച് ഞാൻ മൈക്രോവേവിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു കേക്കിൻ്റെ ആ ബേക്കിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. സ്റ്റാർട്ട് ബട്ടൺ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടോ. നമ്മൾ ഈ ശർക്കര കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇടുമ്പോഴേ നമുക്ക് മനസ്സിനൊരു ഗിൽറ്റി ഫീലിംഗ് വരുന്നുള്ളൂ. അയ്യോ ഇത്രയും പഞ്ചസാര കഴിക്കുമെന്ന്. പക്ഷേ ശർക്കര ആകുമ്പോൾ നമുക്ക് അത്രയും ഒരു വിഷമം വരത്തില്ല. കാരണം ശർക്കര കുറച്ച് ഹെൽത്തിയാണ്, നമുക്ക് പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ കയറിയോണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ശർക്കര ഇട്ട് ചെയ്തത്. ഇതിനകത്ത് ഗോതമ്പ് മാവ് വേണമെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആണെന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് വരികയും ചെയ്യും. കാരണം ഞാനിപ്പോൾ മൈദയാണ് ചേർത്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്.
നമ്മുടെ കാലറി ഇൻടേക്ക് അനുസരിച്ചാണ് നമ്മുടെ ബോഡി വെയിറ്റും പിന്നെ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷനും കാര്യങ്ങളും നമ്മൾ എത്രത്തോളം ഹെൽത്തി ഫുഡ് ഒരു ദിവസം കഴിക്കുന്നത് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ബോഡിയിൽ വണ്ണം വയ്ക്കുന്നതും വണ്ണം കുറയുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റേതായ ഒരു രീതി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും കേട്ടോ, ഇഷ്ടമില്ലാത്ത കഴിക്കത്തുമില്ല. അതാണ് എൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ അങ്കു വന്നിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള സമയത്താണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം അങ്കുവിനാണ് എപ്പോഴും കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടവും, അവനാണ് എക്സ്പേർട്ട്. നമ്മുടെ കേക്ക് കട്ട് ചെയ്തത് നമ്മുടെ ശർക്കര കേക്ക് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പിട്ടാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് എൻ്റെ ഫ്രണ്ട് ഭാഗം ഗ്ലേസ് ചെയ്തത്. ബാക്ക് സൈഡാണ് ഞാൻ സ്പഞ്ചായിട്ട് കാണിച്ചത്. നല്ല സ്പഞ്ച് കേക്കാണ്. ഇത് 2 ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് കേടൊന്നും ആകത്തില്ല. കാരണം നമ്മൾ പഴമോ കാര്യങ്ങളൊന്നും ചേർത്തില്ല. പഴം ചേർക്കുമ്പോഴാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് നൂലൊക്കെ വലിഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ 2 ദിവസം സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ആറിയതിന് ശേഷം തണുത്തൊരു ബോക്സിലിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ രാവിലത്തെ കാര്യമായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് കേക്കിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ രാഖി ഓഫീസിൽ പോയി. അതിനുശേഷം കിച്ചണിൽ തന്നെ വന്നൊന്ന് തിരിഞ്ഞ് നിൽക്കുവാണ്. നമ്മുടെ ലഞ്ചും ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യണ്ടേ. രാഖി പോയതിന് ശേഷം നല്ല വെയിൽ വന്നു കേട്ടോ. ആ ഫോഗ് കംപ്ലീറ്റ് മാറി നല്ല വെയിൽ വന്നു. ഞാൻ എന്തായാലും തുണി കഴുകായിടുക. ഈ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന വരെ തുണി കറക്റ്റായിട്ട് കഴുകിയിട്ടില്ലെങ്കിലുണ്ടല്ലോ അത് പിന്നെ കൂടി കിടന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വുളൻ ക്ലോത്ത്സ് മാറ്റി ഇനി 1 മാസം കൂടെ ജസ്റ്റ് ഇടേണ്ടി വരും കഷ്ടിച്ച്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയെങ്കിലും ഇടേണ്ടി വരും. സ്കൂളിലൊക്കെ പോകുമ്പോൾ അവന് എന്തായാലും യൂണിഫോം ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കഴുകി ഇടണമെങ്കിൽ ആ ഒരു പ്ലാനിങ് ഇല്ലയെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട്ടിലിങ്ങനെ കൂടിക്കിടക്കും. അപ്പോൾ ഞാൻ എന്തായാലും കഴുകായിട്ടു. പിന്നെ തിരിച്ച് വീണ്ടും കിച്ചണിലോട്ട് വന്നു. നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ വെയിൽ വന്നെന്ന് പറഞ്ഞില്ല, അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണി തുറക്കുക കണ്ടോ. പൊൻവെയിലെന്ന് പറയുന്നത് നല്ല സൂപ്പർ അടിപൊളി വെയിൽ വന്നിട്ടുണ്ട്. പുറത്ത് പിന്നെ ഞാൻ പൂക്കളൊക്കെ പിടിച്ച കാര്യം പറഞ്ഞല്ലോ, ആദ്യം ഞാൻ കാണിച്ചല്ലോ. ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുന്ന മരം കേട്ടോ. സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഇനി നല്ല ഇലയൊക്കെ വരും. പൂക്കൾ നല്ല രീതിയിൽ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഇട്ട് തരാം. നല്ല ഭംഗിയുള്ള പൂക്കൾ കാണുമ്പോൾ എപ്പോഴും എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ പൂക്കളും പാട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഒത്തിരി ഇഷ്ടം കേട്ടോ. നമ്മുടെ ഓറഞ്ച് കളറിലെ പൂക്കൾ, ഓറഞ്ച് എന്നല്ല കേട്ടോ, വെള്ളയും കുറേ കളറിലെ പൂക്കളുണ്ട്. ആ സൈഡിലോട്ടൊക്കെ വെള്ളയും പിന്നെ എന്തൊക്കെയോ എനിക്ക് പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ചെടികളിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. എന്തായാലും പൂക്കളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ കിച്ചണിലെത്തി. ഇന്ന് നമുക്കൊരു ബംഗാളി സ്റ്റൈലിലെ മലയാളി രുചിയുള്ള ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. കുക്കർ എടുത്തിട്ട് എണ്ണ ഒഴിച്ചു. നമ്മുടെ സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നല്ല രീതിയിൽ കുറച്ച് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചയൊക്കെ എടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണം പീസ് ചെയ്തിരുന്നുണ്ട്. ബംഗാളീസിന് ഈ ഉരുളക്കിഴങ്ങില്ലാത്ത ഒരു ഫുഡില്ല. അവർ മുഴുവനേ ഇടും, പക്ഷെ നമുക്ക് മുഴുവനേ ഇട്ട് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പീസ് ചെയ്തിട്ടു. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ പിടിക്കുമ്പോൾ തക്കാളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും കസൂരി മെത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. കുറച്ച് മുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്പൈസി ആയിട്ടിരിക്കട്ടെ വെച്ചിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ ആ പൊടികളുടെ ഫ്ലേവർ അങ്ങനെ നിൽക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ചോറിനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കാലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളമായിട്ട് തന്നെയാണ്. കുക്കർ അടച്ചു. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിൽ, 2 or 3 വിസിൽ നമ്മുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച്. പിന്നെ നിർത്തി ആവിയൊക്കെ മാറിയ ശേഷം തുറന്നു നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ബംഗാളീസിൻ്റെ ഒരു ചോറിൻ്റെ കൂടെയൊക്കെ അവർ കഴിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ഒരു മോഡലാട്ടോ. ഇത് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ടേസ്റ്റിൽ ഞാൻ ആക്കിയെന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതൊന്ന് വഴറ്റിയാൽ മതി. ഈ പൊടികളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടതെന്ന് പോലും അറിയത്തില്ല. പിന്നെ മുഴുവനെയൊന്നും നമുക്ക് ഇട്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പീസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കാല് കറി ബംഗാളി സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട്. ചോറും തൈരും, വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത് തന്നെയാട്ടോ. കുറച്ച് എരിവിൽ തന്നെയാണ് വെച്ചത്. കാരണം ചോറിന് വേറെ കറിയൊന്നും നമ്മൾ വെച്ചില്ലല്ലോ, ഈ ഒരു കറിയല്ലേ ഉള്ളൂ. പക്ഷെ നല്ല എരിവിലും നല്ല ടേസ്റ്റിലും ഒരു കറി ഉണ്ടെങ്കിൽ അത് മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ അല്ലേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ തുണി വിരിച്ചത് കേട്ടോ. പക്ഷെ വെയിൽ അപ്പോഴേ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ തുണി വിരിച്ചതിന് ശേഷം നമ്മൾ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിടുക. പാത്രങ്ങളൊക്കെ കഴുകണമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മഹാശിവരാത്രി വരാറായല്ലോ. ബുധനാഴ്ചയല്ലേ. നമ്മുടെ മഹാകുംഭമേളയും തീരാൻ പോവാണ്. അപ്പോൾ ഇവിടുന്നൊക്കെ ഒത്തിരി ഫാമിലീസ് പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ട് മുകളിലുള്ള വീട്ടിലെ ഒരു ഫാമിലി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മോള് തിരിച്ചു വന്നു. പിന്നെ ടൈഫോയിഡൊക്കെ ആയി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, റെഡിയായി. ഈ കുംഭമേള എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേളയാണ്. 144 വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന കുംഭമേളയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്രയും പ്രാധാന്യം. പിന്നെ അല്ലാതെ പൂർണ്ണ കുംഭമേള എന്ന് പറഞ്ഞാൽ 12 വർഷം കൂടുമ്പോൾ ഉള്ളതുകൊണ്ട്, അർദ്ധ കുംഭമേള എന്ന് പറഞ്ഞ് 6 വർഷം കൂടുമ്പോൾ ഉള്ളതുമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ഹോളി കൺസെപ്റ്റായിട്ടാണ് വെക്കുന്നത്.
ഒരുപാട് വർഷത്തിന് ശേഷം എനിക്കൊന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുംഭമേളയാണല്ലോ ഇത്, മഹാകുംഭമേള. അതാണ് ഇത്രയും പ്രാധാന്യം ഈ വർഷത്തെ കുംഭമേളയ്ക്കുള്ളത്. നമ്മുടെയും നമ്മുടെ അടുത്ത ജനറേഷൻ്റെയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ജനറേഷനെയും ചിലപ്പോൾ ഇനി അടുത്ത കുംഭമേള ഒക്കെ ഉണ്ടെങ്കിൽ ഭൂമി നിലനിൽക്കുകയാണെങ്കിൽ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയായില്ലേ ഈ ലോകത്ത് മൊത്തത്തിൽ ഓരോരുത്തരുടെ വിശ്വാസം, ആചാരം അല്ലേ. പിന്നെ നമുക്ക് കൂടെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വെർമസലി പായസം. പാല് ബാക്കി വന്നത് നന്നായിട്ടൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെർമസലി കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും ഇരിപ്പുണ്ടായിരുന്നു, അതായത് നമ്മുടെ കണ്ടൻസ് മിൽക്കും പൊട്ടിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെർമസലി നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏറ്റവും എളുപ്പമുള്ളൊരു പായസം കേട്ടോ ഇത്. മടിയനല്ലേ മടിച്ചിമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഈ മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസിൻ്റെ കളർ തന്നെ വരും, ഒരു റോസോ പിങ്കോ അങ്ങനെ കളർ തന്നെ വരും കേട്ടോ. അതേ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന പാലും നല്ല പശുവിൻ്റെ പാലാണ്. നല്ല നെയ്യൊക്കെ തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റി പാലാണ്. നമുക്കിവിടെ ഹരിയാന എന്ന് പറയുന്നത് പാൽത്തൊട്ടി എന്നല്ലേ, ഇന്ത്യയുടെ പാൽത്തൊട്ടിയാണ് ഹരിയാന. അപ്പോൾ നമുക്ക് നല്ല പാൽ എന്തായാലും ഇവിടെ കിട്ടും. കവർ പാലേ ഞാൻ വാങ്ങാറില്ല. വല്ല എന്തെങ്കിലും വിശേഷങ്ങൾക്ക് പായസമൊക്കെ വെക്കണമെങ്കിൽ, രാക്കയുടെ പാലട വെക്കണമെങ്കിൽ നമ്മൾ കവർ പാല് വാങ്ങാറുള്ളൂ. അപ്പോൾ എല്ലാവരും കുറേശ്ശെ കുടിച്ചോളൂ. പിന്നെ നമ്മുടെ ടൗൺഷിപ്പിലെ പൂക്കളുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു കളറിലെ പൂവുണ്ടോ, ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിന്ന് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ പറയേണ്ടി വരും. എന്തോരം ഭംഗിയാണ്, എനിക്കറിയത്തില്ല എന്തോരം കളറാണ്, എനിക്ക് കളർ പോലും പറയാൻ അറിയത്തില്ല. അങ്ങനെയുള്ള വെറൈറ്റി രീതിയിലാണ് പൂക്കൾ. നമ്മുടെ വീടാണത്, വേർക്കണ്ടി തുണി കിടക്കുന്നുണ്ടോ, അതിന് മുന്നേ കിടക്കുന്നുണ്ടോ വെള്ള കളറിലെ എന്തോ പൂക്കൾ. ഇതൊക്കെ പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഇത് 3 മാസം നിൽക്കത്തുള്ളൂ ഈ ചെടി. അപ്പോൾ ഡിന്നറിനായിട്ട് ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ബുർജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രൊക്കോളി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് സവാള ഒന്ന് വഴറ്റിയിട്ട് ബ്രൊക്കോളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ച എടുത്തിട്ട് മുട്ടയും കൂടി ഇട്ട് തട്ടി പൊട്ടിച്ച്, കാരണം ചപ്പാത്തിയുടെ മാവും കുഴച്ചോ ഉണ്ടായിരുന്നു, അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയുടെ മാവൊക്കെ 2-3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ഇരുന്ന് അത് കേടാവും. ഞാൻ എന്തായാലും ഒന്നിരാടം എന്തായാലും അത് തീർക്കും. അപ്പോൾ അത് തീർക്കാമെന്ന് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. നമ്മുടെ എഗ് ബുർജി ഈ ബ്രൊക്കോളിയൊക്കെ ഇട്ടിട്ട് ഹെൽത്തി ആണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോയുടെ ജോയിൻ്റ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.